ഒപ്പം അന്ധകാര നിബിഡവും. ഞങ്ങളുടെ മുമ്പിൽ എല്ലാ വാതിലുകളും തുറന്നവയായിരുന്നു, ഒപ്പം എല്ലാം അടഞ്ഞതും. ഒരു കാലഘട്ടത്തിൻ്റെ രണ്ട് വശങ്ങളെയാണ് ആ മഹാനായ സാഹിത്യകാരൻ തൻ്റെ തൂലിക കൊണ്ട് കോറിയിടുന്നത്. നാം ആയിരിക്കുന്ന ഈ കാലവും ഇതിൽ നിന്നൊന്നും ഒട്ടും വിഭിന്നമല്ല. ഒരു വശത്ത് മനുഷ്യൻ വെള്ളം കുടിച്ചു മരിക്കുന്നു, അടുത്ത സ്ഥലത്ത് മനുഷ്യൻ വെള്ളം ഇല്ലാതെ മരിക്കുന്നു, ഒരിടത്ത് മനുഷ്യൻ ആഹാരം കഴിച്ചു മരിക്കുന്നു, അടുത്ത സ്ഥലത്ത് മനുഷ്യൻ ആഹാരം ഇല്ലാതെ മരിക്കുന്നു, ഒരിടത്ത് മനുഷ്യൻ മഞ്ഞുകൊണ്ട് മരിക്കുന്നു, അടുത്ത സ്ഥലത്ത് മനുഷ്യൻ മഴ കൊണ്ട് മരിക്കുന്നു. വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ലോകം, ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു കാലം. അതെ, ഒരിക്കൽ മലയാള സാഹിത്യത്തെ കൈപിടിച്ചുയർത്തി അതിൻ്റെ അത്യുച്ചകോടിയിൽ എത്തിക്കുന്നതിൽ പരമാർത്ഥ പങ്കുവഹിച്ച മനുഷ്യനാ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള സാറ്. അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, അല്ലയോ കവി, നിങ്ങളുടെ അഭിപ്രായം പറ. നിങ്ങളുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് എവിടെയാ? ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യ ജീവിത ചക്രം പരിശോധിച്ച മഹാനായ കവി തൻ്റെ കവിതയിൽ പാടി, മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് എവിടാന്ന് ചോദിച്ചാൽ അവനവൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന, അവനവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന ആ 10 മാസമാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ കാലം. പക്ഷെ കാലം മാറിയപ്പം, കാലഘട്ടം മാറിയപ്പം, കാലത്തിൻ്റെ കണക്ക് പുസ്തകം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്ന കാഴ്ച, അമ്മയുടെ ഉദരത്തിൽ പോലും മനുഷ്യൻ സുരക്ഷിതനല്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യ. ഓരോ 4 വർഷം കൂടുമ്പോഴും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരത്തോടെ പുറത്തു വരുന്ന അബോർഷനുകളുടെ അഥവാ ഗർഭചിത്രങ്ങളുടെ ഏകദേശ കണക്ക് പരിശോധിക്കുമ്പോൾ ഒരു 4 വർഷത്തിനകത്ത് ലോകത്തിലാകമാനം കുറഞ്ഞത് 5 കോടി കുഞ്ഞുങ്ങളാ അവരുടെ അമ്മമാരുടെ ഉദരങ്ങളിൽ കൊല്ലപ്പെടുന്നത്. അതിനകത്ത് തന്നെ 65 ലക്ഷം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് ഭാരതത്തിൻ്റെ അമ്മമാരുടെ ഉദരങ്ങളിലാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, മനുഷ്യൻ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന അമ്മയുടെ ഉദരം പോലും അവന് പാർപ്പിന് അനുകൂലമല്ലാത്ത ഒരു കാലത്തല്ലേ നാം ജീവിക്കുന്നത്. പക്ഷെ ഈ ഓഡിറ്റോറിയത്തിൽ അല്ല, ഈ മാധ്യമങ്ങളുടെ സഹായത്തോട് ലോകമെമ്പാടും ഇരുന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾക്ക് ഒരു സുരക്ഷിതത്വം പറയുവാനുണ്ട്. കർത്തൃദാസൻ പറഞ്ഞതുപോലെ പർവ്വതങ്ങൾ ഇളകിയാലും, അത് ഇളകിയിട്ട് വെള്ളത്തിന്റെ കോപം കൊണ്ട് എരച്ചു കയറിയാലും നാം ഭയപ്പെടത്തില്ല. കാരണം നമ്മുടെ തലയിലെ മുടി പോലും എണ്ണി അറിയുന്ന അവിടുത്തെ കരുതൽ ഈ ഡിസംബർ മാസം 22-ാം തീയതി അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ആ കരമുയർത്തി പിടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാവോ? എത്ര ആശങ്കകൾ ഈ ലോകത്തിലുണ്ടെങ്കിലും ദൈവമക്കളുടെ ധൈര്യം, ദൈവമക്കളുടെ പ്രത്യാശ ദൈവത്തിൻ്റെ വചന. ലോകത്തിൽ 96ഓളം വാതകങ്ങളുണ്ട്, 96ഓളം വാതകങ്ങൾ. അതിനകത്ത് ശ്വസിക്കാനുള്ളത് ഓക്സിജൻ മാത്ര. അതിന് പകരം നിൽക്കുന്നത് ഒന്നുപോലുമില്ല. ഓക്സിജന് പകരം വേറെ ഒന്നില്ല എന്ന് പറഞ്ഞതുപോലെ ലോകത്തിൽ മറ്റേത് സാധ്യതകളുണ്ടെങ്കിലും കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ ലോകത്തിന് പ്രതീക്ഷ നൽകുവാൻ, ലോകത്തിന് പ്രത്യാശ നൽകുവാൻ ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ. ആ പുസ്തകം ഏതാണെന്നറിയാവുന്ന ദൈവമക്കൾ ഉറക്കെ പറ, ദൈവത്തിന്റെ വചനം. ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. അവിടെ പുസ്തകത്തിൽ അന്വേഷിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയില്ല. ഇന്നലകളിൽ ലോകത്തിൽ സംഭവിച്ചിട്ടുള്ളതും ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നാളെ ലോകത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ളതുമായ ഏത് വിഷയത്തെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കുവാൻ കഴിയുന്ന പുസ്തകം 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം പറയുക, എല്ലാ തിരുവെഴുത്തുകളും എന്താണ്? ദൈവ നിശ്വാസ്യമാണ്. ദൈവത്തിന്റെ മനുഷ്യൻ അത് ഗ്രഹിക്കുകയാ. ഓരോ ദിവസവും അത് ഗ്രഹിച്ച് തികയുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. മറ്റൊരു പുസ്തകത്തിനുമില്ലാത്ത 7 പ്രത്യേകതകൾ എന്റെയും നിങ്ങളുടെയും കയ്യിലിരിക്കുന്ന വിശുദ്ധ തിരുവചനത്തിനുണ്ട്. എന്തൊക്കെയാ പ്രിയപ്പെട്ടവരെ ബൈബിളിന്റെ 7 പ്രത്യേകത? ബൈബിൾ പോലെ പുരാതനത്വം അവകാശപ്പെടാൻ പറ്റുന്ന ഒരൊറ്റ പുസ്തകവും ലോകത്തിലില്ല. ബൈബിൾ പോലെ ആധുനികതയെ വിളിച്ചോതുന്ന പുസ്തകം, ഭൂമി ഉരുണ്ടതാണെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്ത പുസ്തകം ബൈബിളാ. ശൂന്യാകാശത്തിന് അളക്കുവാൻ കഴിയാത്ത അതിരുകളുണ്ടെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്ത പുസ്തകം ബൈബിൾ.
ബൈബിള്. പ്രകൃതിദത്തമായ പാതകളിലൂടെ മനുഷ്യന് കടലിലൂടെ യാത്ര ചെയ്ത് ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് ഭൂഖണ്ഡങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള വിവരം ലോകത്തിന് പറഞ്ഞു കൊടുത്ത പുസ്തകം ബൈബിളാ. ഏത് വിഷയത്തെക്കുറിച്ചും ആധികാരികമായി സംവാദിക്കുന്ന പുസ്തകം ബൈബിൾ. ആധുനികതയുടെ പുസ്തക, തീരുന്നില്ല. ബൈബിൾ വ്യത്യസ്തതയുടെ പുസ്തക. ഇതുപോലെ വ്യത്യസ്ത വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു പുസ്തകം ലോകത്തിൽ വേറെ ഉണ്ടോ? ഹിസ്റ്ററി എന്ന വാക്ക് തന്നെ ഉണ്ടായത് ആ വാക്കിൽ നിന്ന്. ഏത് വാക്കിൽ നിന്നറിയോ? ഹിസ്റ്റോറി എന്ന വാക്കിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന വാക്കുണ്ടായത്. ആരുടെ സ്റ്റോറിയാന്ന് ചോദിച്ചാൽ ഞാൻ ഉറക്കെ പറയും, നിത്യതല നിത്യനിർണയപ്രകാരം പിതാവിനാൽ അഭിഷക്തനായി കാലത്തിന്റെ തികവിൽ കന്യകയിൽ ജാതനായി കാനാവിൽ തുടങ്ങി കാൽവറി വരെ തൻ്റെ പ്രവർത്തികൾ തികച്ചെടുത്ത് 8 അടി വീതിയും 12 അടി നീളവും 84 കിലോയുമുള്ള ക്രൂശും ചുമന്ന് 14 പ്രാവശ്യം വീണുമെഴുന്നേറ്റും കാൽവറിയിൽ കടന്നിയെന്ന് കാൽക്കരം കാലിരും പണിക്ക് വിരിച്ചു കൊടുത്ത് കാളവണ്ടി ചക്രത്തിന്റെ വലിപ്പമുള്ള കല്ലറയുടെ വാതില് ഉരുട്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നവനും എത്രയും താമസമിന വിശുദ്ധന്മാരെ ചേർക്കാൻ മടങ്ങി വരുന്നവനുമായ അവന്റെ കഥ ഉറക്കെ പറ. അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. അവന്റെ ഒപ്പം നിൽക്കാൻ ഒരൊറ്റ ആളുമില്ല. ബൈബിൾ പുരാതനത്വത്തിൻ്റെ പുസ്തക, ബൈബിൾ ആധുനികതയുടെ പുസ്തക, ബൈബിൾ വ്യത്യസ്തതയുടെ പുസ്തക. തീരുന്നില്ല. ബൈബിൾ ഐക്യതയുടെ പുസ്തക. ബൈബിളിലെ ആദ്യത്തെ എഴുത്തുകാരനും അവസാനത്തെ എഴുത്തുകാരനും തമ്മിൽ ഏകദേശം ഒരു 1500 വർഷത്തെ അന്തരമുണ്ട്. ഇത്ര അന്തരമുണ്ടെങ്കിൽ ആദ്യം എന്താണോ തുടങ്ങിയത് അതിൻ്റെ തുടർച്ച അല്ലേ? ഇന്ന് കാണുന്ന ഭൂമിയുടെ തുടക്കം എങ്ങനെയാണെന്ന് ആദ്യത്തെ പുസ്തകത്തിൽ പറയുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഭൂമി അവസാനിച്ചിട്ട് പുതിയ ഭൂമി ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് അവസാനത്തെ പുസ്തകത്തിൽ പറയുന്നത്. എഴുത്തുകാർ തമ്മിലുള്ള ഐക്യത. തീരുന്നില്ല. ഇതുപോലെ ലോകത്തെ സ്വാധീനിച്ച പുസ്തകം, ഇതുപോലെ മനുഷ്യന് ആശ്വാസം നൽകുന്ന ഒരു പുസ്തകം. ബൈബിള് ലോകത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുവോ? ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുവോ? അവള് മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. സാധാരണ അമ്മയല്ല കേട്ടോ, പ്രസവിക്കുന്ന അമ്മ. ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയാ പ്രസവവേദന. സാധാരണ മനുഷ്യന് താങ്ങാൻ പറ്റുന്ന വേദനയുടെ അളവെന്ന് പറയുന്നത് യൂണിറ്റ് കണക്കി പറയുകയാണെങ്കിൽ 47 യൂണിറ്റാ. എത്ര ആരോഗ്യമുള്ള ആളാണേലും അവർക്ക് താങ്ങാൻ പറ്റുന്ന വേദന 47 യൂണിറ്റാ. 48 യൂണിറ്റ് വേദന വന്ന ആളിൻ്റെ ബോധം പോവും. അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട്, ഞാൻ നോക്കി നിന്നപ്പോഴായിരുന്നു അപകടം, അന്നേരം ആളിൻ്റെ ബോധം പോയി. പക്ഷേ ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ, ഒരമ്മ പ്രസവിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദനയുടെ യൂണിറ്റ് വൈദ്യശാസ്ത്രത്തിൻ്റെ കണക്കും പ്രകാരം 57 യൂണിറ്റാ. അതൊരു അനുമാന കണക്ക് പറഞ്ഞ മനുഷ്യ ശരീരത്തിലെ 20 പച്ചയസ്ഥികൾ ഒരുപോലെ ഒടിയുകയോ അതിൻ്റെ സ്ഥാനം തെറ്റുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനയാ പ്രസവവേദന. ഈ സമയത്ത് അമ്മയുടെ ബോധം പോകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അമ്മ എന്താ ചിന്തിക്കുന്നത്? കുഞ്ഞാണാണോ പെണ്ണാണോ? കുഞ്ഞ് കരയുന്നുണ്ടോ? എന്തിനാ അങ്ങനെ അമ്മ ചിന്തിക്കുന്നത്? അമ്മയ്ക്കറിയാം കുഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമായത്. ഇങ്ങനെ ഓർത്ത് പ്രസവിക്കുന്ന അമ്മ മറക്കുവോ? മറക്കാമെന്നതിൻ്റെ തെളിവല്ലേ പ്രിയപ്പെട്ടവരെ കേരളത്തിലെ അമ്മ തൊട്ടിലുകൾ? പ്രബുദ്ധ കേരളം അമ്മ മറന്നതിൻ്റെ കണക്കിനെ കുറിച്ചല്ലേ ഓരോ ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ദൈവമക്കളോടൊന്ന് പറയാം, ലോകമെമ്പാടും ഇരുന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, അമ്മ മറന്നാലും നമ്മളെ മറക്കത്തില്ലെന്ന് പറഞ്ഞ തീക്കനലെ ചവിട്ടുന്നത് പോലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ, എന്നെ ഒത്തിരി സ്വാധീനിച്ച സാക്ഷിയാ പ്രിയ കടങ്ങന്നൂർ കുഞ്ഞുവഞ്ചാൻ്റെ സാക്ഷ്യം. ഞാൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഉയർത്തുകയല്ല. ദീർഘവർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ ബന്ധങ്ങളുണ്ട്. പക്ഷെ പവർഷൻ്റെ സ്റ്റുഡിയോയിൽ ഒരു പ്രാവശ്യം അദ്ദേഹം കടന്നു വന്ന് പവർഷൻ ടിവിയുടെ ചെയർമാൻ KC ജോൺ സാർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ ദൈവപ്രവർത്തികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥ
കാലഘട്ടത്തിൽ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരായ ദൈവദാസന്മാരെ തലയുയർത്തുന്നതിന് പാസ്റ്ററെ, ഞാൻ അതിശക്തി പറയുകയല്ല, അനേകരും വന്നെങ്കിലും അങ്ങ് വന്നത് പറഞ്ഞതുപോലെ ഞങ്ങളെ സ്വാധീനിച്ച ഒരു ശുശ്രൂഷ എല്ലാ ചൊവ്വാഴ്ചകളിലും അവിടെ ശുശ്രൂഷ നടക്കുന്നുണ്ട്. പക്ഷെ തീഷ്ണമായ ജീവിത സാഹചര്യങ്ങളിലും കൈവിടാത്ത ഒരു ഷർട്ടും അലക്കി തേച്ചുകൊണ്ട് എത്രയോ നാളുകൾ ശുശ്രൂഷ ചെയ്ത ഒരു കാലത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. കല്ലുമലയിൽ നിന്ന് നടന്ന് മണക്കാലയിൽ പോയതിനെ കുറിച്ച് പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ ദൈവ അഭിഷേകം ചെയ്ത ഒരു ദൈവദാസൻ എന്ന നിലയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊക്കെ ഒരുമിച്ച് പറയാൻ പറ്റും, അമ്മ മറന്നാലും മറക്കാത്ത എത്ര ദൈവദാസന്മാർക്ക് ധൈര്യമുണ്ട്, എത്ര ദൈവമക്കൾക്ക് ധൈര്യമുണ്ട്. ഉറക്കെ പറ, എന്നെ വിളിച്ചവൻ അമ്മ മറന്നാലും മറക്കാത്തവനോ. ജീസസ്, ഹല്ലേലൂയ. ബൈബിൾ പോലെ ആശ്വസിപ്പിക്കുന്ന ഒരു പുസ്തകം, എല്ലാറ്റിലുപരി ബൈബിൾ പോലെ പ്രത്യാശ സമ്മാനിക്കുന്ന ഒരു പുസ്തകം ലോകത്തിൽ വേറെയില്ല. എങ്ങനെ ഇതിൻ്റെ ആശ്വാസം ഉൾക്കൊള്ളാൻ പറ്റും? അതിനൊരു രീതിയുണ്ട് കേട്ടോ. തിരുവചനത്തിൻ്റെ ആശ്വാസം ഉൾക്കൊള്ളണമെങ്കിൽ ലൈവ് കേട്ടതുകൊണ്ടോ യോത്തിനിരുന്നുകൊണ്ടോ ഒന്നും അതിൻ്റെ ആശ്വാസവും വിടുതലും അനുഭവിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ രാത്രി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും തെളിച്ചതൊക്കെ പറയുന്നത്. 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ദൈവവചനത്തോട് പുലർത്തേണ്ട ഒരു മനോഭാവം അല്ലേ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായിട്ടതിനെ കൈക്കൊണ്ടതിനാൽ 1 തെസ്സലോനി 2:13 ദൈവത്തിൻ്റെ വചനമായിട്ടതിനെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്തത് പറയാ, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. അപ്പം ആരാണേലും തിരുവചനം ക്രിയ ചെയ്യണമെങ്കിൽ 3 കാര്യം ചെയ്യണം. അത് 50 വർഷം ശുശ്രൂഷയിലുള്ള ദൈവദാസനാണേലും കൊള്ളാം, 5 വയസ്സുള്ള കുഞ്ഞാണേലും കൊള്ളാം, തിരുവചനം നിങ്ങളിൽ ക്രിയ ചെയ്യണമെങ്കിൽ അതിനോട് പുലർത്തേണ്ട ഒരു മനോഭാവമാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് വചനം കേൾക്കണം. കേൾക്കുന്നത് പോലെ ഇരിക്കണമെന്നല്ല, പറ കേൾക്കണം. അതെനിക്കറിയാം. കേൾക്കുന്നത് പോലെ ഇരിക്കാൻ നമ്മുടെയൊക്കെ അത്രയും മിടുക്കരു ലോകത്തിൽ വേറെ ആരാ ഉള്ളത്? കേൾക്കണം. അത് കേട്ടാൽ മാത്രം പോരാ, രണ്ടാമത് കൈക്കൊള്ളണം. എന്താ കൈക്കൊള്ളുന്നതിൻ്റെ തെളിവ്? ഓരോ 5 മിനിറ്റിലും ഫ്രീക്വൻ്റ് ആയിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ചും എനിക്കൊരു നല്ല രീതി തോന്നി. എത്രയോ ജനറൽ കൺവെൻഷനുകളിൽ നിന്ന് വ്യത്യസ്ത ഇവിടുത്തെ ഒരു വേദി, ദൈവത്തിന് സ്തോത്രം, ഇങ്ങനാണെന്ന എൻ്റെ ഒരു ധാരണ. എനിക്ക് ഞങ്ങളുടെ സമൂഹത്തോടുള്ള ബന്ധത്തിൽ ഒരു 4 വർഷമായിട്ടുള്ള പരിചയമുണ്ട്. സ്റ്റേജെല്ലാം മാറ്റി എല്ലാവരെയും മുന്നിലിരുത്തി തമ്പിച്ചാൻ അങ്ങനെ ഒരു ആത്മനിയോഗം ഉണ്ടായി അത് ചെയ്തു. ഒരർത്ഥത്തിൽ അത് ഒരു നല്ലതാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോഴെങ്കിലും. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ കാരണമുണ്ട്. ഈ ചിലയിടത്ത്, എല്ലാവരും അല്ല, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്, ഞാനങ്ങനെ ആരെയും കൊച്ചാക്കിയതല്ല, പക്ഷെ കണ്ടിട്ടുള്ള കാര്യമാണ്. 28 വർഷത്തെ ശുശ്രൂഷാനുഭവത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. വലിയ പേപ്പറും വലിയ പേനായും ഒക്കെ എടുത്ത് കുറിക്കാനായിട്ടിരിക്കുന്ന ഇരിപ്പിൽ കുറിച്ച് അച്ഛൻ തത്തമ്മയുടെ പടം ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. ഏതാ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തത്തമ്മയുടെ പടം വരച്ച് കളർ ചെയ്തുകൊണ്ടിരിക്കും. ജനറൽ കൺവെൻഷൻ്റെ ഈ രാത്രി വന്നിരുന്നേ തത്തമ്മയുടെ പടവും വരച്ച് കളറും ചെയ്തുകൊണ്ടിരുന്ന തത്തമ്മയുടെ പടം കൊണ്ടുപോകാം. അതേസമയം തന്നെ ഈ വചനത്തെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഇതിനോട് പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ നിങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുകയോ. അപ്പോൾ ഒന്നാമത് വചനം കേൾക്കണം, രണ്ടാമത് വചനം കൈക്കൊള്ളണം, മൂന്നാമത് പറയാ ആ വചനത്തോട് പ്രതികരിക്കണം. എങ്ങനെയാ പ്രതികരിക്കേണ്ടത്? ആ വചനത്തെ വിശ്വസിക്കണം അല്ലേ? വിശ്വാസവ ദൈവവചനത്തിൻ്റെ പ്രതികരണം. ഇത്രയും കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നാലാമത്തെ കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. എന്താ? കേട്ട വചനം, കൈക്കൊണ്ട വചനം, വിശ്വസിച്ച വചനം, ആ വചനം നമ്മളിൽ വ്യാപരിക്കാൻ തുടങ്ങും.
ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഒത്തിരി വയറും വിളക്കും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഒരു സ്വിച്ചല്ല കുത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാനത് അങ്ങോട്ട് ഊരിയേച്ച് അതിനകത്തോട്ടൊരു ഇരുമ്പാണി കുത്തിക്കറ്റി വെച്ചേച്ച് ആ ഇരുമ്പാണിയിലോട്ട് കൈ പിടിച്ചേച്ച് സ്വിച്ചിട്ട കരണ്ട് അടിക്കുവോ? തിരുവല്ലയിലെ കരണ്ടാണ് എനിക്ക് ഉറപ്പാ. കല്ലുമലയിലെ കരണ്ട് നിങ്ങൾ പറയും എൻ്റെ പാസ്റ്റർ കരണ്ടിന് അങ്ങനെ ഒരു കുഴപ്പമില്ല. എവിടുത്തെ കരണ്ടാണെങ്കിലും കരണ്ട് തൊട്ട ഷോക്ക് ഉറപ്പാ. ഇത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ദൈവവചനത്തിന് അങ്ങനെ ഒരു ബന്ധനമില്ല. ആര് എവിടെ ഇരുന്നുകൊണ്ട് വിശ്വസിക്കാൻ തയ്യാറാകുവോ അവരുടെ മേലെല്ലാം വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വചനം, ഈ വചനത്തിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ ആ കരങ്ങളെ തട്ടി അല്പസമയങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് തുടങ്ങാവോ? ഈ യോഗത്തിന്റെ ഒന്നാം രാത്രി തന്നെ തീജാലക്കത്തെ കണ്ണുള്ളവനായി, മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി, നക്ഷത്രം വലങ്കിൽ പിടിച്ചവനായി, തേജസ് വാരി ഉടുത്തവനായി, ആരും അടയ്ക്കാതവണ്ണം തുറക്കുന്നവനായി, ആരും തുറക്കാതവണ്ണം അടയ്ക്കുന്നവനായി, ആരടച്ചാലും തുറക്കുന്നവനായി, രാജാതി രാജാവായി, കർത്താതി കർത്താവായി, അമർത്യതയുള്ള ദൈവമായി, അത്ഭുതങ്ങളുടെ ദൈവമായി നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുക. അവന്റെ സാന്നിധ്യം അറിയുന്ന ദൈവമക്കൾ ഉറക്കെ വിളിക്കാമോ? യേശുവെന്ന് ഉറക്കെ വിളിക്കാമോ? ശബാര ഹദന രഗന രഗൽകനാദര. ഈ രാത്രി ഞാനിവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ 21 ദിവസം ഞാൻ ഉപവാസത്തിലായിരുന്നു. എൻ്റെ ഉപവാസം കഴിഞ്ഞിട്ട് 2 ദിവസമേ ആയുള്ളൂ. ഈ ഉപവാസത്തിൻ്റെ നടുവിൽ അതിശക്തമായി ദൈവം എനിക്ക് തന്ന ഒരു വാഗ്ദത്തം പറഞ്ഞിട്ട് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുക. ഗലാത്യലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ ഇച്ഛിക്കുന്നു. പൗലോസ് പറയുക, ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. ഇനി 5-ാം വാക്യം. എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ. എല്ലാ ദൈവമക്കളും കൂടെ ഒന്ന് ഉറക്കെ പറയാവോ? നിങ്ങളുടെ ഇടയിൽ. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞോ പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ ഇടയിൽ. ഈ കൺവെൻഷന്റെ 1-ാം രാത്രി കല്ലുമലക്കാരോട് ഞാൻ ആത്മാവി പറയുക, ഈ കൺവെൻഷനകത്ത് ചില വീര്യപ്രവർത്തികൾ നടക്കാൻ പോവുക. വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചോ? ശബാര ഹദന രഗാര. 2 കാര്യം സംഭവിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്ന്, തന്റെ ആത്മാവിനെ പകരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അപ്പൊ അന്ത്യകാലത്ത് സംഭവിക്കുന്ന 1-ാമത്തെ കാര്യം അസാധാരണമായ ഒരു ആത്മ പകർച്ച. കർത്തൃദാസൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഏത് വേദനയുടെ കാലത്തിനു ശേഷവും ഒരു സമൃദ്ധിയുടെ ഉണർവ് നിങ്ങളിൽ എത്ര പേര് അത് ആഗ്രഹിക്കുന്നു? ഞാൻ കഴിഞ്ഞ മാർച്ച് മുതൽ പ്രാർത്ഥിക്കുക, ഇത് എൻഡ് ടൈം ഗ്ലോബൽ റിവൈവൽ, അന്ത്യകാല ആഗോള ഉണർവ്. ഈ രാത്രികാല ചില ചെറുപ്പക്കാർ ആത്മശക്തി പ്രാപിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു കാര്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിരന്ന് പാടുന്നത് കണ്ടപ്പോൾ, പ്രത്യേകിച്ചും ആ മോനൊക്കെ ശരിക്കും അതിൽ ലീഡ് ചെയ്യുന്നത് കണ്ടപ്പോൾ, ഒരഭിഷേകം പകർന്നിരിക്കുന്ന കുഞ്ഞുങ്ങളാ അവിടെ നിന്ന് പാടുന്നത് ഞാൻ കണ്ടത്. പ്രത്യേകിച്ചും ഗിറ്റാർ വായിക്കുന്ന മോൻ, പവർഷനിൽ വായിക്കുന്ന മോൻ, അവനെ എനിക്ക് നന്നായിട്ടറിയാം. ആ കുഞ്ഞുങ്ങളൊക്കെ വായിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ആത്മാവനോട് പറഞ്ഞു, ഒരു വീര്യപ്രവൃത്തി ആഗോള ക്രൈസ്തവ സഭയിൽ ദൈവം അയക്കാൻ പോകുന്ന കാലമായത്. കേരളത്തിലെ സഭയ്ക്ക് ഒരു റോളുണ്ട്. കല്ലുമല സഭയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. ശബാരാധാര. അത്ഭുത രോഗശാന്തിയിൽ വിശ്വസിക്കുന്നവരല്ലേ കല്ലുമലയിലുള്ള ദൈവമക്കൾ? അത് അനുഭവിച്ചിട്ടുള്ളവരല്ലേ ഇതിനകത്തിരിക്കുന്ന ദൈവദാസന്മാർ? അങ്ങനാണെങ്കിൽ ഈ രാത്രി നമ്മുടെ ശുശ്രൂഷകരകത്ത് ചില വീര്യപ്രവർത്തികൾ. ഈ രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക, വീര്യപ്രവർത്തിയുടെ കാലം കഴിഞ്ഞിട്ടില്ല. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. അടയാളങ്ങൾ അവസാനിച്ചിട്ടില്ല. ദൈവം അത് ചെയ്യാൻ ആഗ്രഹിക്കുക.
പ്രതീക്ഷയോടെ വചനത്തോട് പ്രതികരിക്കണം. ഈ 3 ദിവസം ഇതൊരു ചടങ്ങാകരുത്. ഈ 3 ദിവസം ആത്മാവിൽ വചനത്തോട് പ്രതികരിക്കണം. വലിയ വീര്യപ്രവർത്തികൾ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞ് വിഷയത്തിലേക്ക് വരുന്നു. ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച വാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൻ്റെ 28 തുടങ്ങി 30 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. നമുക്ക് ഏറ്റവും പരിചിതമായ വാക്യങ്ങൾ. 11-ന്റെ 28 തുടങ്ങി 30 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. നിങ്ങൾക്ക് വായിക്കാനായിട്ടൊരു സൗകര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ വായിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും, വായിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വായിച്ചാട്ടെ. അല്ല, ഇനി ക്രമീകരിക്കേണ്ട, വായിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വായിച്ചാട്ടെ. മത്തായി 11, 28, 30 വായിച്ചു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. അനുഗ്രഹിക്കപ്പെട്ട 3 വാക്യങ്ങൾ. 1-ാമത്തെ വാക്യത്തിൽ ലോകചരിത്രത്തെ എന്നും വിസ്മയിപ്പിച്ചിട്ടുള്ള മഹത്തായ ഒരു ആഹ്വാനമാണ് നമ്മൾ കാണുന്നത്. 2-ാമത്തെ വാക്യത്തിൽ ആഹ്വാനം ചെയ്യുന്നയാള് തൻ്റെ സ്വഭാവം വ്യക്തമാക്കുക. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാ, സ്വഭാവം വ്യക്തമാക്കുക. 3-ാമത്തെ വാക്യത്തിൽ ആഹ്വാനം ചെയ്യപ്പെടുന്ന ആത്മീക അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരാൾ അവരുടെ ജീവിതത്തിൽ പുലർത്തേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഭാഗങ്ങളൊക്കെ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഈ അധ്യായത്തെ പഠിക്കണം. ഈ അധ്യായത്തെ പഠിക്കണേൽ ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. മത്തായി സുവിശേഷത്തിൻ്റെത് എന്ന് മാത്രമല്ല, സുവിശേഷങ്ങളുടെ എല്ലാം പ്രമേയം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വലുതും ചെറുതുമായ 150ഓളം സംഭവങ്ങളാണ് 4 സുവിശേഷ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു പറഞ്ഞ 39 ഉപമകളും യേശു ചെയ്ത 35 അത്ഭുതങ്ങളും ഉൾപ്പെടെ 180ഓളം സംഭവങ്ങൾ 4 സുവിശേഷ പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ മത്തായി പറയുകയാണ്, യേശു രാജാവാണ്. രാജാവാകുന്ന ക്രിസ്തു തൻ്റെ പ്രജകൾക്ക് നൽകിയ മഹത്തായ 5 പ്രഭാഷണങ്ങൾ അഥവാ 5 പ്രസംഗങ്ങളാണ് മത്തായി സുവിശേഷത്തിൻ്റെ പ്രത്യേകത. ഏതൊക്കെയാണ് മത്തായി സുവിശേഷത്തിലെ 5 പ്രസംഗങ്ങൾ? 1-ാമത്തെ പ്രസംഗം 5, 6, 7 അധ്യായത്തിലെ പർവ്വത പ്രസംഗം. രാജാ റാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദൻ, പണ്ഡിറ്റ് നെഹ്റു, മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവരെ സ്വാധീനിച്ച പർവ്വത പ്രസംഗം. യേശുവിൻ്റെ 2-ാമത്തെ പ്രസംഗം 10, 11 അധ്യായത്തിൽ ദൈവരാജ്യം സംബന്ധിച്ച പ്രസംഗം. യേശുവിൻ്റെ 3-ാമത്തെ പ്രസംഗം 13-ന്റെ 1 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ പടകിലിരുന്നു കൊണ്ടുള്ള പ്രസംഗം. യേശുവിൻ്റെ 4-ാമത്തെ പ്രസംഗം 18-ാമത്തെ അധ്യായത്തിൽ മാനസാന്തരം സംബന്ധിച്ച പ്രസംഗം. യേശുവിൻ്റെ 5-ാമത്തെ പ്രസംഗം 24, 25 അധ്യായത്തിൽ തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ മടങ്ങി വരവ് സമ്മതിക്കുന്ന പ്രസംഗ. വേർപെട്ട ദൈവമക്കൾ ഏത് കൂട്ടായ്മകളിൽ കൂടി വന്നാലും യേശുവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് 2 വാക്കെങ്കിലും ചിന്തിക്കാതെ ആ യോഗം അവസാനിപ്പിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ കുറിവാക്യം ഒരിടത്ത് നിൽക്കുന്നെങ്കിലും ദൈവമക്കളുടെ പ്രത്യാശ ഈ കാണുന്നതൊന്നുമല്ലോ, അവിടുത്തെ മടങ്ങി വരവായത് കൊണ്ട് തന്നെ 24, 25 അധ്യായത്തിൽ നിന്ന് 1-2 കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. 24-ാം അധ്യായത്തിൽ യേശുവിൻ്റെ മടങ്ങി വരവ് അത് സംബന്ധിച്ച തെളിവായ 6 ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം, രഹസ്യവരവിന് ഇനിയും പ്രത്യേകിച്ച് ലക്ഷണമൊന്നും ശേഷിക്കുന്നില്ല, അല്ലേ? അടയാളം വല്ലതും ഉണ്ടോ? ഇല്ല. കർത്താവ് പറഞ്ഞു, കള്ളം വരുന്ന പോലെ ഞാനിങ്ങ്, അങ്ങനല്ലേ പറഞ്ഞേക്കുന്നേ? കള്ളം വരുന്നത് മൈക്കിൽ കൂടെ വെച്ച് കെട്ടി ഇന്ന ദിവസം 3-ാം തീയതി 3 മണിക്ക് ഇന്നിടത്തെല്ലാം മോഷ്ടിക്കാൻ ഞാൻ വരുന്നെന്നും പറഞ്ഞാണോ വരുന്നേ? അല്ല. സ്വത്രം. പിന്നെ അവിടുത്തെ വരവിനോടുള്ള ബന്ധത്തിൽ ലോകത്തിൻ്റെ ഗതിയെക്കുറിച്ച്
ചില അനുമാനങ്ങൾ മനസ്സിലാകത്തക്ക നിലയിൽ കർത്താവ് തന്നെ 24 പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാ അത്? ഒന്നാമത്തെ ലക്ഷണം പ്രാപഞ്ചിക ലക്ഷണം. പ്രാപഞ്ചികം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത്. രണ്ടാമത്തെ ലക്ഷണം ധാർമ്മിക ലക്ഷണം. മൂന്നാമത്തെ ലക്ഷണം രാഷ്ട്രീയ ലക്ഷണം. നാലാമത്തെ ലക്ഷണം ശാസ്ത്രീയ ലക്ഷണം. അഞ്ചാമത്തെ ലക്ഷണം ആത്മിക ലക്ഷണം. ആറാമത്തെ ലക്ഷണം ഇത് സിംറ്റംസ് അബൌട്ട് ജൂസ്, യഹൂദനെ സംബന്ധിക്കുന്ന ലക്ഷണം. 6 ദിവസത്തെ ബൈബിൾ ക്ലാസ് ആയത്, 6 ലക്ഷണം പഠിക്കാൻ. സ്തോത്രം. അതിനകത്ത് യഹൂദനെ 4 വൃക്ഷത്തോടാ ദൈവോധന ഉപമിച്ചിരിക്കുന്നത്. അത്തി, മുന്തിരി, ഒലിവ്, ബദാം അല്ലേ? അത്തി അവൻ്റെ രാഷ്ട്രീയം, മുന്തിരി അവൻ്റെ ആത്മീകം, ഒലിവ് അവൻ്റെ സംസ്കാരം, ബദാം അവൻ്റെ കൃഷി. ഏതെടുത്ത് പഠിച്ചാലും യേശുവിൻ്റെ വരവെന്ത് ചെയ്തിരിക്കുക? അടുത്തിരിക്കുക. യേശുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ പൗലോസ് ശ്ലീഹ താനായിരുന്ന കാലത്തെ അന്ത്യകാലം എന്നാ പറഞ്ഞു. അന്ത്യകാലം. യോഹന്നാൻ പൗലോസിനേക്കാൾ ഒരു ഇച്ചിരൂടെ മുമ്പിൽ ചെന്ന് വെച്ച് പറഞ്ഞു, ഇത് അന്ത്യകാലമല്ല, ഇത് അന്ത്യനാഴികയാ. സ്തോത്രം. പൗലോസിനേക്കാൾ യോഹന്നാനേക്കാൾ എത്ര മുമ്പിലുള്ളൊരു കാലത്താ നമ്മൾ ജീവിക്കുന്നത്. ഈ കാലത്തെ സൂക്ഷിച്ചു നോക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും, പ്രിയപ്പെട്ടവര്, ഇത് അന്ത്യകാലമല്ല, ഇത് അന്ത്യനാഴികമല്ല. ഉറക്കെ പറയച്ചോ, ഇത് അന്ത്യനിമിഷമാ. അല്ലേ? ആന്നു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇങ്ങനെ ഒരമ്പ് പോത്തില്ലെന്നേ. 20-ാം നൂറ്റാണ്ടിൽ നിന്ന് മനുഷ്യൻ 21-ാം നൂറ്റാണ്ടിലിട്ട് കാലെടുത്ത് കുത്തിയിട്ട് ആകെപ്പാടെ 21 വർഷമായുള്ളൂ. 2000 മുതൽ 2021 വരെ. എൻ്റെ പൊന്നച്ച 44 മഹാമാരി ലോകത്തിൽ സംഭവിച്ചു. അതിനകത്ത് 17 വൈറസ്, സാർസ്, മെർസ്, നിപ്പ, ആന്ത്രാക്സ്, എംബോള, ക്രാന്തിപ്പശു, പന്നിപ്പനി, പക്ഷിപ്പനി, ബ്ലാക്ക് ഫംഗസ്, യെല്ലോ ഫംഗസ്, വൈറ്റ് ഫംഗസ്, പിന്നെ വേണ്ടത് ഇപ്പോൾ ഒമിക്രോണും. സ്വതന്ത്രം. യുകെയിലൊക്കെ അടിക്കുന്ന സംഗതിയായിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടല്ലോ, ഇന്ത്യയിൽ ഒരു ദിവസം 13 ലക്ഷം പേരെ പിടിക്കും. സ്വതന്ത്രം. ഞാൻ ചുമ്മാ ഇതൊന്നും പറഞ്ഞാൽ നമുക്ക് സ്വതന്ത്രം പറയാൻ വകുപ്പില്ല, അതുകൊണ്ടാണ് ഞാനിതൊന്നും പറയാത്തേ. സ്വതന്ത്രം. കാലത്തെ സൂക്ഷിച്ച് നോക്കുമ്പോൾ കാലം മനസ്സിലാക്കി തരുന്നു. നമ്മളിങ്ങനെ വെള്ളത്തിൻ്റെ മണ്ട കിടക്കുന്ന പലകയുടെ സൈഡിൽ ഇങ്ങനെ ചവിട്ട് നിൽക്കുക. എപ്പോഴാണ് ഇത് താഴോട്ട് പോകുന്നെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു കാലം. അതുകൊണ്ട് അതാ ഞാനീ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് സഭയ്ക്ക് 3 മുന്നറിയിപ്പ് 25 അധ്യായത്തിൽ പറഞ്ഞു. എന്തൊക്കെയാ? 1, കന്യകമാരുടെ മുന്നറിയിപ്പ്. സ്വതന്ത്രം. എത്ര പേരുടെ ഈ വിളക്ക്? എല്ലാവരുടെയിലും ഉണ്ട്. അന്നാമ്മയുടെയിലും ഉണ്ട്, അവറാച്ചാൻ്റെയിലും ഉണ്ട്, ഉണ്ണുണ്ണിച്ചാൻ്റെയിലും ഉണ്ട്. ആദ്യമായിട്ട് കുഞ്ഞുവഞ്ചൻ സ്നാനപ്പെടുത്തി അച്ചാൻ്റെ മേലും കയ്യിലും പറ. അവസാനം വന്ന കൊച്ചിൻ്റെ കയ്യിലും ഉണ്ട് വിളക്ക്. എത്ര പേരുടെ വിളക്ക് തീയുണ്ട്? സ്വതന്ത്രം. എല്ലാവരും തീയല്ലേ? ആരാ തീ അല്ലാത്ത? സ്വതന്ത്രം. എൻ്റെ ചോദ്യം, എത്ര പേരുടെ അകത്ത് എണ്ണയുണ്ട്? അതെനിക്കും അറിയത്തില്ല, ജോർജ് ജോസഫ് വാസക്കും അറിയത്തില്ല, കുഞ്ഞുവഞ്ചാനും അറിയത്തില്ല. ആകെപ്പാടെ 2 കൂട്ടരൊക്കെ അറിയത്തുള്ളൂ. 1 തന്ന ദൈവത്തിനും അറിയാം, 2 പ്രാപിച്ച നമുക്കും അറിയാം. എൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? സ്വതന്ത്രം. എല്ലാ പുറമോടി ഉള്ളപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ചോദിക്കുക, അകത്തെണ്ണയുണ്ടോ? സ്തോത്രം. ഇത് രഹസ്യ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ കാണിക്കുന്നത് അകത്തെ എണ്ണ. സ്തോത്രം. ഇനി രണ്ടാമത്തേതാ താലന്തിൻ്റെ ഉപമ അല്ലേ? ഒരാൾക്ക് 5, ഒരാൾക്ക് 2, ഒരാൾക്ക് 1. 5 കിട്ടിയ പുള്ളിക്കാരൻ വ്യാപാരം ചെയ്തു. 2 പുള്ളി കിട്ടിയ ആളും വ്യാപാരം ചെയ്തു. 1 കിട്ടിയ അച്ഛൻ ഇത് എന്ത് ചെയ്തെന്നറിയോ? കല്ലുമല കുഴിച്ചിട്ടച്ച് കുമ്പനാട് പഠിക്കാൻ ചേർന്നു. ആരെക്കുറിച്ചാണെന്നറിയോ? തന്നോനെക്കുറിച്ച് പഠിക്കാൻ. പഠിച്ച് അങ്ങേയറ്റത്തെ പഠിത്തം കഴിഞ്ഞപ്പം പുള്ളിക്ക് മനസ്സിലായി ആരും ശരിയല്ല. കുഞ്ഞുവഞ്ചാൻ ശരിയല്ല, ജോർജ് ജോസഫ് പാസ്റ്റർ ശരിയല്ല, വന്ന് അനീഷ് അയ്യോ അങ്ങേരോ ഇങ്ങേറെ കണക്കനുസരിച്ച് ഇപ്പം ദൈവം പോലും. ഇത് പഠിക്കാനാണോ അച്ഛാ അന്ന് ആ പഴയ പാരമ്പര്യത്തിൽ നിന്ന് ഇങ്ങോട്ട് പോന്നെ? ഇന്ന് രാത്രി നമുക്ക് പറയാൻ പറ്റണം, ആര് ശരിയാകട്ടെ, ആര് ശരിയല്ലാതാകട്ടെ, എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. അങ്ങോട്ട് മുട്ടുകുത്തിയേച്ച് അവിടുത്തെ മുഖത്തോട്ട് നോക്കിയിട്ട്, എൻ്റെ പൊന്നു കർത്താവേ, അങ്ങിന്നും വിശ്വസ്തനാണെന്ന് പറയോ.
എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ധൈര്യത്തോടെ പറയോ. ആത്മാഭിമാനമുള്ള ദൈവമക്കൾ അക്കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വലിയ ബോധമൊന്നുമില്ലായിരുന്നു. ഇത് വിളിയാന്ന് തിരിച്ചറിയാനുള്ള ബോധമില്ലായിരുന്നു. 11ാമത്തെ വയസ്സിലാണ് എന്നെ വിളിച്ചത്. കൃപയാൽ പലരുടെയും കരുതലിലും താങ്ങിലും കഴിഞ്ഞ 28 വർഷം നടക്കാൻ ദൈവം കൃപ തന്നു. സ്തോത്രം. പക്ഷെ ഒന്നെനിക്കിന്ന് പറയാൻ പറ്റും, എൻ്റെ ദൈവം വിശ്വസ്തനാ. ഒരു വാക്ക് പറഞ്ഞാൽ ഇതുപോലെ ചെയ്യുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല. രഹസ്യ ജീവിതത്തിൻ്റെ വിശുദ്ധി, രഹസ്യ ജീവിതത്തിൻ്റെ വിശ്വാസം. ഏത് കർത്തൃദാസൻ്റെയും വിജയം കർത്താവിലുള്ള വിശ്വാസ. ഏത് ദൈവമക്കളുടെയും വിജയം കർത്താവിലുള്ള വിശ്വാസ. പക്ഷെ ഒരു കാര്യം, ഇത് ലൈവാണേലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം, ഇന്ന് വിശ്വാസത്തിൽ ഏറ്റവും അസ്ഥിരതയുള്ളൊരു കൂട്ടരെ ഞാൻ കണ്ടത് പെന്തിക്കോസുകാരാണ്. കാര്യം കുറഞ്ഞതൊരു 100 ഫോൺ കോള്, അതിശോക്തിയൊന്നുമല്ല കേട്ടോ, എനിക്കൊരു ദിവസം വരും. അതിനകത്ത് ഞാൻ എടുക്കുന്നത് കൂടി വന്ന ഒരു 10-30 ഉള്ളൂ. പക്ഷേ അതിനകത്ത് ഒരു 20% പെന്തിക്കോസുകാരാ. ഭയങ്കര അസ്ഥിരതയാ, ആത്മധൈര്യമില്ല, വിശ്വാസമില്ല. കർത്താവ് വലിയവനാണെന്ന് ഉറപ്പില്ലാത്തവരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ജനറൽ കൺവെൻഷനൊക്കെ നടത്തി ദൈവമക്കൾ ധൈര്യപ്പെടണം, കർത്തൃദാസന്മാർ ധൈര്യപ്പെടണം, പരസ്പരം ഉറക്കണം, പരസ്പരം ഉറപ്പിക്കണം, ഉറക്കെ പറയണം, വിളിച്ച ദൈവം വിശ്വസ്തനാന്ന് പറയണം. അപ്പം രഹസ്യ ജീവിതത്തിലെ വിശ്വാസം, രഹസ്യ ജീവിതത്തിലെ വിശുദ്ധി. ഇനി അടുത്തതാ 3ാമത് പറഞ്ഞു. ഞാൻ വന്നായിരുന്നു നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളെനിക്ക് വെള്ളം പോലും തന്നില്ല. ഞാൻ വന്നപ്പോൾ നിങ്ങൾ ഇച്ചിരി ആഹാരം എനിക്ക്. അപ്പോൾ അവർ ചോദിച്ചു, കർത്താവെ എപ്പോഴാത്? ഞങ്ങളുടെ കൺവെൻഷൻ്റെ പാട്ടുപുസ്തകത്തെ പേരടിക്കാനായിട്ട് അവർ 50,000 രൂപ ചോദിച്ചു, ഞാൻ കൊടുത്തായിരുന്നു. അന്നേരം ഞാനീ പറഞ്ഞുകൊണ്ട് കൺവെൻഷൻ പാട്ടുപുസ്തകത്തെ പേരടിക്കാൻ കൊടുക്കാതിരിക്കരുതേ. പാവങ്ങൾ കഷ്ടപ്പെട്ട പേരടിച്ച് ഇത് ചെയ്യിപ്പിക്കുന്നത് കൊടുത്തോണം. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ഈ ചെറിയവനിൽ ഒരുത്തന് ചെയ്യുന്നത്. എൻ്റെ ദൈവമേ, രഹസ്യ ജീവിതത്തിലെ സൽപ്രവർത്തി, സൽപ്രവർത്തിയും കർത്താവിൻ്റെ വരവും തമ്മിൽ ബന്ധമുണ്ടോ? ഉള്ളതുകൊണ്ടല്ലേ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. സ്വത്രം. നമ്മൾ ആഗ്രഹിക്കുന്നല്ലോ, പിന്നെ ദൈവം ആഗ്രഹിക്കുന്നതിന് എന്നാ തെറ്റ്? വീട്ടിൽ പിള്ളേരുണ്ടാകുമ്പോൾ ആണും പെണ്ണും എല്ലാം നമുക്ക് ഒരുപോലാണെങ്കിലും ഈ കേരളത്തിലെ ഒരു രീതി അനുസരിച്ച്, പ്രത്യേകിച്ച് ഈ മധ്യ തിരുവിതാംകൂറിലൊക്കെ ഒരു രീതി അനുസരിച്ച് ഈ ആൺപിള്ളേരോട് ഒരു ഇച്ചിരി സ്നേഹം കൂടുതലുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അങ്ങനെയൊന്നും ഇല്ല, എന്നാലും അങ്ങനെ ഒരു സംശയം എനിക്കുള്ളതാണ്. നിങ്ങളങ്ങനെ പേടിക്കൊന്നും വേണ്ട. പക്ഷേ അതുകൊണ്ടല്ലേ ഈ ഇല്ലാത്ത കാശിന് ഇറച്ചി മേടിച്ചുകൊണ്ട് വരുമ്പോഴും അമ്മാമ്മ ചോദിക്കും, എന്തിനാ മനുഷ്യ ഇത്രയും കള്ളക്കട മേടിച്ച് ഈ പൈസ ഇല്ലാത്തപ്പോൾ? എടി ആങ്കൊച്ചനല്ലേ എടി, അവൻ കഴിച്ച് വളരട്ടെ. പിന്നെ നെയ്മീൻ്റെ വാല് കഷ്ണം പെങ്കൊച്ചിന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടക്കഷ്ണം തന്നെ ചെറുക്കന് കൊടുക്കും. എന്നാ കാര്യം? വളരട്ടെ, അവൻ നോക്കൊക്കെ കണക്കാണേലും അപ്പം പറയുന്നത് കൊടുക്കാനാണ് പറയുന്നത്. ഒരു 12 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ നോട്ടം അപ്പനെ നോക്കത്തില്ല, അമ്മയെ നോക്കത്തില്ല, പാസ്റ്ററെ നോക്കത്തില്ല, എൻ്റെ പൊന്നച്ച മൊബൈലെ മാത്രമേ നോക്കത്തുള്ളൂ. രാവിലെ മുതൽ കഷ്ടപ്പെട്ട അമ്മ എത്ര നേരമായിട്ട് വിളിക്കുക വൈകിട്ടത്തെ ആഹാരം കഴിക്കാൻ. ഇപ്പോൾ വരാം, പിന്നെ വരാം. 13 വയസ്സ്, ഇപ്പോൾ വരാം, പിന്നെ വരാം. അപ്പനവിടെ കിടന്ന് പറയാം, ഒരു ഉത്തരവാദിത്വം ഇല്ല. അതുകൊണ്ട് ലാസ്റ്റ് സഹിയിടുമ്പോൾ അപ്പം പറയും, വിളമ്പി വെക്ക്, വേണേൽ അവനെടുത്ത് കഴിച്ചോട്ട്. നേരത്തെ നെയ്മിൻ്റെ ഇടക്കഷ്ണം കൊടുക്കണമെന്ന് അപ്പം 13കാരനെ കുറിച്ച് പറയാം, വേണേ എടുത്ത് കഴിച്ചോട്ടെന്ന്. ഇതുണ്ട്. ഇപ്പം 24 വയസ്സ് കഴിഞ്ഞു. 5 വയസ്സാടെ പണിയും ചെയ്യാതെ പെരയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുക. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം അപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? ഉണ്ട്, മല പോലെ വളർന്നു. അവനെ കൊണ്ട് എനിക്ക് 5 വയസ്സാടെ ഗുണം. ഒരു മോനെക്കുറിച്ച് 3 കാലത്ത് ഒരപ്പം പറയുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത്. ആദ്യം പറഞ്ഞു നന്നായിട്ട് കൊടുക്കാൻ, പിന്നെ പറഞ്ഞു വേണ എടുത്ത് കഴിക്കട്ടെന്ന്, പിന്നെ പറയാ കഴിച്ചാൽ മാത്രം പോരാ എനിക്കൂടെ കൊണ്ട്. ഞാൻ ഈ പറഞ്ഞത് വല്ലതും നിങ്ങൾക്ക് മനസ്സിലായോ?
വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് 10 വർഷത്തിന് അകത്തുള്ളവരോടൊക്കെ ഞാൻ പറയാ, നെന്മീൻ്റെ ഇടക്കഷ്ണം കിട്ടിയ പോലെ ഇടക്കഷ്ണം തന്നെ തന്ന് ദൈവം വിടും. 15 വർഷവും 20 വർഷത്തിന് ഇടയിലുള്ളവരോട് പറയാ, വേണേ ഉപവസിച്ചും പ്രാർത്ഥിച്ചും എടുത്ത് കഴിച്ചോളൂ. സ്വതന്ത്രം. 20 കഴിഞ്ഞവരോട് ഞാൻ പറയാ, കഴിച്ചാൽ മാത്രം പോരാ, ബാങ്കിൽ കിടക്കുന്ന കാശുകൂടെ എടുത്ത് കർത്താവിൻ്റെ വേലക്കൂടെ ഒക്കെ എന്ത് ചെയ്തോണം. സ്വതന്ത്രം വന്നില്ലല്ലോ. സ്വതന്ത്രം കാര്യമാണ്. അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുക, വന്നിരിക്കുക. ഞാൻ അവിടെ നിന്ന് മുന്നോട്ട് വരട്ടെ. അപ്പോൾ കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്ന ഒരു കാലം. ഈ കാലത്ത് ദൈവത്തിൻ്റെ ഒരു ആഹ്വാനം, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ. ഏത് കാലത്തും മനുഷ്യൻ ചുമക്കുന്ന 4 ഭാരത്തെക്കുറിച്ച് ബൈബിള് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഭാരത്തിൻ്റെ പേര് പാപഭാരമെന്നാണ്. രണ്ടാമത്തെ ഭാരം രോഗഭാരം. മൂന്നാമത്തെ ഭാരം മത നിയമങ്ങളുടെ ഭാരം. നാലാമത്തെ ഭാരം ആത്മിക ക്ഷീണാവസ്ഥയുടെ ഭാരം. 4ഉം അതിൽ തന്നെ അപകടകാരികളാണ്. എല്ലാം വിവരിക്കുന്നില്ല, പക്ഷെ 1-2 പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ ഭാരം പാപഭാരം. എന്താ പ്രത്യേകത? വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്: എൻ്റെ അതിക്രമങ്ങളുടെ നുകം അവൻ സ്വന്തം കയ്യാൽ പിണച്ചിരിക്കുന്നു, അവ എൻ്റെ കഴുത്തിൽ പിണഞ്ഞിരിക്കുന്നു, അത് എൻ്റെ ശക്തി ക്ഷയിപ്പിച്ചു, എനിക്ക് എതിർത്തു നിൽക്കുവാൻ കഴിയാത്തവരുടെ കയ്യിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ഭാര അതിക്രമത്തിൻ്റെ ഭാരം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാ. എവിടാ അമ്മ ഇത് കുരുങ്ങിക്കിടക്കുന്ന? കഴുത്തല. ഈ ശാസ്ത്രീയ വിശകലനമൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം, 1.5 കിലോയിൽ കൂടുതൽ ഭാരം ഒരു മനുഷ്യൻ്റെ കഴുത്തെ കുരുങ്ങിയ ആ മനുഷ്യൻ മരിക്കും. 2 കാര്യം കൊണ്ടാണ് മരിക്കുന്നത്. ഒന്നെങ്കിൽ സ്പൈനൽ കോഡ് ജാം ആകും, അല്ലെങ്കിൽ ശ്വാസം മുട്ടും. 2-ലേത് സംഭവിച്ചാലും എന്ത് ചെയ്യും? മരിക്കും. അതുകൊണ്ട് തന്നെ ആ തിരുവചനം പറഞ്ഞത്, പാപത്തിൻ്റെ ശമ്പളം മരണാത്ര. എന്താ പാപം? സാധാരണ പെന്തിക്കോസ്തുകാരുടെ യോഗങ്ങളിലൊന്നും പാപത്തെക്കുറിച്ച് കൃത്യമായ ഒരു പഠിപ്പീര് ഇല്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളെല്ലാം പഠിച്ച് തികഞ്ഞിരിക്കുന്നവരല്ലേ, അല്ലേ? സ്വതന്ത്രം. എന്താ പ്രിയപ്പെട്ടവരെ ശരിക്കും പാപം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട്സ് എ മീനിങ് ഓഫ് സിൻ? പാപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്നത്, അല്ലേ? 3-ാം അധ്യായം 7 മുതലുള്ള വാക്യം. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരം നിറഞ്ഞു, അത്തിയില കൂട്ടി തുന്നി തങ്ങൾക്ക് അരയാടെ ഉണ്ടാക്കി. വെയിലാറിയ സമയത്ത് യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച മനുഷ്യനും ഭാര്യയും കേട്ടു. യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. അപ്പം മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒളിച്ചിരിക്കുക. ദൈവം ചോദിച്ചു, നീ എന്നാത്തിനാ ഒളിച്ചിരിക്കുന്നത്? നീ ഒളിച്ചിരിക്കാൻ ഒരു സാധ്യത ഞാൻ കാണുന്നുള്ളൂ, തിന്നരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വൃക്ഷഫലം നീ തിന്നു. അന്നേരം മനുഷ്യൻ പറയാ, എൻ്റെ കൂടെ ഇരിക്കാനായിട്ട് നീ തന്ന സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ എന്ത് ചെയ്തു? തിന്നു. യഹോവയായ ദൈവം സ്ത്രീയെ വിളിച്ചു. നീ ചെയ്തത് എന്തെന്ന് ചോദിച്ചതിന്, പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയെന്ന് സ്ത്രീ പറഞ്ഞു. അപ്പം യഹോവയായ ദൈവം പാമ്പിനെ വിളിച്ചു, പാമ്പേ നീ ചെയ്തത് എന്താന്ന് പാമ്പിനോട് ചോദിച്ചു. അങ്ങനെയാണോ വായിക്കുന്നത്? അല്ല. യഹോവയായ ദൈവം ആദമിനോട് ചോദിച്ചത്, യഹോവയായ ദൈവം ഹവ്വയോട് ചോദിച്ചത്, യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്. അച്ഛാ, ആദാമിനോട് ചോദിച്ചു, ഹവ്വയോട് ചോദിച്ചു, പാമ്പിനോട് കൽപ്പിച്ചു. എൻ്റെ സംശയം, എന്തേ ആദാമിനോട് ചോദിച്ച ദൈവം ഹവ്വയോട് ചോദിച്ച ദൈവം മനുഷ്യനോട് മാത്രമേ ദൈവം ചോദിക്കത്തുള്ളൂ? അങ്ങനെയൊന്നുമല്ല. മൃഗങ്ങളോട് ചോദിക്കുന്നതിൻ്റെ എത്രയോ ദൃഷ്ടാന്തം ബൈബിളിലുണ്ടല്ലേ? അത് ഈ നമുക്ക് ബിലയാമിൻ്റെ കഴുതയൊക്കെ കിടന്ന് അത്രയും വെപ്രാളപ്പെടാൻ കാര്യം, എൻ്റെ ദൈവമേ ദൈവം ചോദിക്കുമെന്നുള്ള ഒറ്റ ടെൻഷനില്ല, അല്ലേ? അതിനെക്കാട്ടി രസം യോനായെ വിഴുങ്ങിയ തിമിംഗല. ഈയിടെ ഞാൻ പത്രവാർത്ത വായിച്ചു, തിമിംഗലെല്ലാം കൂടെ ന്യൂസിലൻഡിൻ്റെ തീരത്തൂടി ഇങ്ങനെ പോയ വഴിക്ക്, എനിക്കൊന്ന് ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയാന്ന് തോന്നുന്നു. അതിനകത്ത് പോകുമ്പോഴാണല്ലോ ഈ വഴി തെറ്റുന്നത്. ഞാനും അച്ഛൻ പറഞ്ഞപ്പോഴേ ഗ്രേസ് ഓഡിറ്റോറിയം അടിച്ചു കൊടുത്തു. അത് എങ്ങാണ്ടൂടൊക്കെ കയറ്റിക്കൊണ്ടാണ് വന്നത്. ഞാൻ ഏതായാലും മാവലിക്കര വന്നപ്പോൾ അതങ്ങ് ഓഫ് ചെയ്തു. ദൈവത്തിൻ്റെ സ്വതന്ത്രം. അല്ലേ ചിലപ്പോൾ അങ്ങ് കായംകുളം വഴി എന്ത് ചെയ്തേനെ ഇവിടെ വന്നേനെ. ഏതായാലും
തിമിംഗലെല്ലാം കൂടെ ഗൂഗിൾ മാപ്പ് നോക്കിക്കൊണ്ട് ന്യൂസിലൻഡിന്റെ തീരത്തൂടെ പോയ വഴിക്ക് ഓക്സിജൻ കിട്ടാതെ ശ്വാസം മുട്ടി മരിച്ചു, ശ്വാസം മുട്ടി ചത്തു. ഈ വാർത്ത വായിച്ച പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എന്നത് യോനെ വിഴുങ്ങി തിമിംഗലത്തിന് എടുക്കില്ല. ഞാൻ തിമിംഗലത്തോട് ചോദിച്ചു, തിമിംഗല നീ എന്നത്തിനാ നിന്റെ ജീവൻ അപഗണിച്ച് ഈ ഉദ്ദേശിയെ കൊണ്ട് തീരത്ത് ഛർദ്ദിച്ചത്? നിനക്കിങ്ങനെ നടുക്കടലെങ്ങാണ് ഛർദ്ദിച്ചാൽ പോരായിരുന്നു. തിമിംഗല എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ഇവരുടെ ബൈബിൾ കോളേജിൽ നീന്ത് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാനിനിയും നടുക്കടലിൽ ഛർദ്ദിച്ചേച്ച് പുള്ളിക്കാരൻ ശ്വാസം കിട്ടാതെ മുങ്ങി മരിച്ച ദൈവം എന്നെ നീറ്റിലും നിലയിലും ഇട്ടേക്കത്തില്ല. അപ്പം മനുഷ്യനാണോ മൃഗമാണോ എന്നുള്ളതൊന്നും അല്ല വിഷയം. ഒരാളോട് ചോദിക്കണമെങ്കിൽ ന്യായമായിട്ട് അവരെ ഉത്തരാത്തേൽപ്പിക്കണം. സ്തോത്രം. ഏതേൻ തോട്ടത്തിൽ ആദാമിന് ദൈവം എന്തോ കൊടുത്തു? ഉത്തരവാദിത്വം. ഹവ്വയ്ക്ക് ദൈവം ഉത്തരവാദിത്വം. പാമ്പിന് പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വം ദൈവം കൊടുത്തില്ല. അപ്പോൾ എന്തുകൊണ്ടാ ദൈവം ചോദിക്കുക? അതാ. അപ്പം എന്താ പാപം? ഒറ്റ വാക്കി പറഞ്ഞാൽ ഇത് ഫെയിലിയർ ഓഫ് കമ്മിറ്റ്മെന്റ്സ്, ഉത്തരവാദിത്വങ്ങളിലെ പരാജയം. അതിൻ്റെ മൂലപദം അങ്ങനെ തന്നെയാണ്. ആ പദത്തിൻ്റെ അർത്ഥം ഇതാ, മിസ്സിംഗ് ദ മാർക്ക്. വര തെറ്റുന്നതിന് പറയുന്ന പേരാണെന്ത്? നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കളിച്ചിട്ടുള്ള ഒരു കളിയുണ്ട്, കിളിത്തട്ട് കളി. കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അത് പ്രായമുള്ളവർക്കെല്ലാം നല്ലതായിട്ട് അറിയാവുന്ന സാധനം അല്ലേ? അതിൻ്റെ ഒരു പ്രശ്നം ഇതാ, വര തെറ്റി അന്നേരം എന്ത് ചെയ്യും? ഔട്ടാണ്. ഇത് തന്നെയാ പാപം. ഏതേൻ തോട്ടത്തിൽ മനുഷ്യന് പറ്റിയത് അവൻ്റെ വര തെറ്റി, ദൈവം വെച്ച വര. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ലോകത്തിലെ എല്ലാ ഡ്രൈവർമാർക്കും ഇഷ്ടത്തിനനുസരിച്ച് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചരിക്കുകയും തിരിക്കുകയും ചെയ്യാം. കാർ ഓടിക്കുന്ന ആളും ബൈക്ക് ഓടിക്കുന്ന ആളും വള്ളം ഓടിക്കുന്ന ആളും കപ്പൽ ഓടിക്കുന്ന ആളും പ്ലെയിൻ ഓടിക്കുന്ന ആളും അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചരിക്കുകയും തിരിക്കുകയും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ട്രെയിൻ ഓടിക്കുന്ന ആളിനെ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചരിക്കാനും തിരിക്കാനും പറ്റുമോ? ഒക്കത്തില്ല. അത് തന്നെയായി കുഴപ്പം. അങ്ങ് നിത്യത ചെല്ലണമെങ്കിൽ എങ്ങനെയും പോയാൽ എവിടെയും ചെല്ലും. നിത്യത ചെല്ലണമെങ്കിൽ ഇട്ടിരിക്കുന്ന ഒരു ട്രാക്കുണ്ട്, അതിലെ കൂടെ പോണം. സഹോദര, ഒരു മനുഷ്യന് 4 ഉത്തരവാദിത്തം: 1 ദൈവത്തോട്, 2 ദൈവസഭയോട്, 3 നിയമങ്ങളോട്, 4 സമൂഹത്തോട്. അപ്പം ഈ ഉത്തരവാദിത്തങ്ങളിൽ പരാജയപ്പെടുന്നതിൻ്റെ പേരാണെന്ത്? പാപം. അങ്ങനൊരു പരാജയം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാപം രക്താംബരം പോലെ ഈ പരാജയങ്ങളെല്ലാം കൂടെ കയറി ഈ വെള്ളത്തുണി. രക്താംബരം എന്താണെന്നറിയോ? രക്താംബരം എന്ന് പറയുന്ന മധ്യധരണി കടലിലെ ഒരു പ്രത്യേകതരം കക്കയാ രക്താംബര കക്ക. ആ കക്ക അത് നീറ്റിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു തരം മഷിയാ രക്താംബര മഷി. അത് കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? 160 ഡിഗ്രിയിൽ വെള്ളം തിളപ്പിക്കുമെന്നാണ് ഞാനൊരു കമൻട്രിക്കകത്ത് വായിച്ചത്. അങ്ങനെ വെള്ളം തിളപ്പിച്ച് ഈ കക്ക ഇതിനകത്തിട്ട് ഇതിൻ്റെ പുറന്തോട് പൊട്ടുമ്പോൾ പെട്ടെന്ന് അവരെന്ത് ചെയ്യുന്നറിയോ? ഇതെടുത്തേച്ച് ഈ ഐസ് വെള്ളത്തിലോട്ടിടും. ടെമ്പറേച്ചറിൻ്റെ വേരിയേഷനിൽ ഇതിനകത്തുനിന്ന് ഒരു തരം മഷി ഊറി വരും. അതാ രക്താംബര മഷി. എന്താ ഈ രക്താംബര മഷിയുടെ പ്രത്യേകത എന്നറിയോ? എൻ്റെ ഈ വെള്ള ഷർട്ടില്ലേ, ഇതുപോലത്തെ വെള്ളത്തുണിയിൽ രക്താംബര മഷി പുരണ്ടാൽ ഇത് കത്തിച്ചാൽ പോലും ഇതിൻ്റെ ചാരത്തിനകത്ത് അതിൻ്റെ തിളക്കം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പം അത്രയ്ക്ക് എന്തുള്ളതാ? ഡെപ്തുള്ളതാ രക്താംബരം. സ്തോത്രം. അതുപോലെ ഉള്ള ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. നിലമ്പൂര് ഈ കോവിഡിന് മുമ്പ് ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ പോയിട്ട് വന്ന വഴിക്ക് ട്രെയിനേ വരുക. അന്നേരം ഈ ചുമ്മാതെ രാവിലെ ഇരിക്കുമ്പോൾ ഈ കച്ചവടക്കാരിങ്ങനെ കയറി ഇറങ്ങുമല്ലോ, അതിനകത്ത് ഒരുത്തം വന്ന് അയാളുടെ അവതരണം എല്ലാം കൂടെ കണ്ടപ്പോഴത്തേനും ഞാൻ ശരിക്കും പറഞ്ഞ് അങ്ങ് വീണുപോയി. അയാൾ പറഞ്ഞു, ഈ മരുന്ന് ഏത് കറ ഏത് തുരുമ്പും ഇല്ലാതാക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണം മേടിച്ചു. ഞാൻ ചോദിച്ചു, എങ്ങനെ ഇത്? അത് നോട്ടീസിൽ കാണുന്ന പോലെ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. വീട്ടിൽ കൊണ്ട് നോട്ടീസ് കൊടുത്തു. നോട്ടീസ് അനുസരിച്ച് എൻ്റെ ഭാര്യ അത് ട്രീറ്റ് ചെയ്തു. ആദ്യം തുണി കുതിർത്ത് വെച്ചു, പിന്നെ മരുന്ന് തേച്ച് വെച്ചു, പിന്നെ സോപ്പ് പൊടിക്കകത്ത് 15 മിനിറ്റ് മുക്കി വെച്ചു. എല്ലാം കഴിഞ്ഞ് വാഷിംഗ് മെഷീനിൽ അലക്കാതെ കല്ലിൽ അലക്കി വെച്ച് അയ വിരിച്ചേച്ച് അവള് പറഞ്ഞു, അച്ചാച്ചാ തുരുമ്പ് പോയി, പക്ഷെ തുള വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. പക്ഷെ വേണ്ടത് ഇവിടെ രക്താംബരം പോലെ കടുംചുമപ്പായ പാവോ മഞ്ഞുപോലെ വെളുപ്പിക്കുന്ന നല്ല മൂടൽ മഞ്ഞിനകത്ത് പോലും പൊടിപടലമുണ്ട്, പക്ഷേ മഞ്ഞുപോലെ വെളുപ്പിക്കുന്ന രക്തമുണ്ട്. ആ രക്തത്തിൻ്റെ പേരാ യേശുവിൻ്റെ രക്തം. ഇന്ന് രാത്രി ജീവിതത്തിൽ എന്തെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓടി വരാനും മുട്ടുകൊത്താനും പരിഹാരം ാനും ഒരു സന്നിധിയുണ്ട്, യേശുവിന്റെ സന്നിധി. പാപഭാരം.
രണ്ടാമത്തെ ഭാരമാണ് രോഗഭാരം. രോഗഭാരം ലൂക്കോസ് 13:16 അതിനെക്കുറിച്ച് കാണാൻ പറ്റുന്നത്. ഒന്ന് വായിച്ചാട്ട്, ലൂക്കോസ് 13:16 വായിച്ചു. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലോ. യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 18 കൊല്ലമായിട്ട് സാത്താൻ ബന്ധിച്ച ഇവളെ ഈ ശബത്ത് നാളിൽ ബന്ധനം അഴിച്ചു വിടണ്ടായോ? ഈ എല്ലാ രോഗവും ബന്ധനമാണെന്ന് ഞാൻ പറയത്തില്ല. രോഗമാണ് വൈദ്യന്മാർക്ക് മനസ്സിലാവും, രോഗമാണ് മരുന്ന് കഴിച്ചാൽ മാറും, രോഗമാണ് സ്കാനിങ് വെളിപ്പെടും. ഇതെല്ലാം ചെയ്തിട്ട് ഒരുമാതിരി പന്തുരുട്ടുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തെ ഇന്ന് രാത്രി വരെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന ചില രോഗബന്ധനങ്ങളുടെ കെട്ടുകളെ ഈ രാത്രി ദൈവം അഴിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്നലെ രാത്രി വരെ കണ്ടേച്ചാ ഞാൻ ഈ പ്രസംഗിക്കുന്നത്. മിനിഞ്ഞാന്ന് പോർഷന്റെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന രാത്രി തിരുവചനം പറഞ്ഞത് ഞാൻ ശക്തമേറിയ ആത്മപകർച്ച അനേക സ്ഥലങ്ങളിലുണ്ടായ ഒരു യോഗമായിരുന്നു. ആ യോഗത്തിനകത്ത് അതിശക്തമായി വ്യാപരിച്ചൊരു വിടുതൽ. കുറേ കൊല്ലമായിട്ട് എഴുന്നേക്കാൻ പറ്റാതെ കിടപ്പിൽ കിടന്ന ഒരു അമ്മമ്മയുടെ മേലേക്ക് ദൈവശക്തി വ്യാപരിച്ചിട്ട് അവർ പറയായിരുന്നു, ഇങ്ങനെ കരണ്ട് വെച്ച് ഷോക്ക് അടിക്കുന്നത് പോലെ നടുവേലൊരു ഷോക്ക് അറിയാതെ എഴുന്നേറ്റ് പോയെന്ന്. അങ്ങനെ അന്നേരം മുതൽ കാലുകുത്തിയ കാര്യം വിളിച്ച് പറയാനിടയായി. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാ. കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളെ ഇട്ടിങ്ങനെ കറക്കിക്കൊണ്ട് ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ ശരീരത്തെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ രോഗാത്മാവ് എന്നോട് ശക്തമായി ദൈവാത്മാവ് പറയാ, ഇന്ന് രാത്രി ദൈവദാസ ഒരു സ്വാതന്ത്ര്യം തന്ന് ദൈവം വിടാൻ പോവുക. ചില ഭാരങ്ങൾ ദേഹത്തുനിന്ന് ഒഴിഞ്ഞു മാറുന്നത്. ഓ ശാഭാരാധന വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. പാപഭാരം, രോഗഭാരം. മൂന്നാമത്തെ ഭാരം മതനിയമങ്ങൾ. മത്തായി 23:4 അപ്പോസ്തലപ്രവൃത്തി 15:10 അത് കാണാൻ പറ്റും. മത്തായി 23:4 അപ്പോസ്തലപ്രവൃത്തി 15:10. 23:4 പറയുന്നത് ഇങ്ങനെ, അവർ കനവുള്ള ചുമടെടുത്ത് മനുഷ്യന്റെ തോളെ വെക്കുന്നു, ഒരു വിരൽ കൊണ്ട് പോലും അതിനെ എന്ത് ചെയ്യുന്നില്ല, തൊടുന്നില്ല. ആരെക്കുറിച്ചാണ് പറയുന്നത്? ശാസ്ത്രിമാരെ കുറിച്ച് യേശു പറയാ, വലിയ ഭാരം എടുത്ത് മനുഷ്യന്റെ തോളെ വെക്കുക, ഒരു വിരൽ കൊണ്ട് പോലും എന്ത് ചെയ്യുന്നില്ല, തൊടുന്നില്ല. അപ്പൊ തന്നെ അപ്പോസ്തലപ്രവൃത്തി 15:10 നമ്മളും നമ്മുടെ പിതാക്കന്മാരും ചുമന്നിട്ടില്ലാത്ത ഈ നുകം ശിഷ്യന്മാരുടെ മേൽ വെച്ച് കെട്ടുവാൻ നിങ്ങളിപ്പം ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഏത് കാലത്തും മതങ്ങൾ അവരുടേതായ നിയമങ്ങൾ എടുത്ത് മനുഷ്യന്റെ മേളിൽ വെക്കും. ഏത് കാലത്തും മതങ്ങൾ മനുഷ്യന്റെ മേൽ നിയമങ്ങൾ വെക്കും. അത് ആഭിചാരമായിട്ടും മന്ത്രവാദമായിട്ടും ആഭിചാരത്തെ മന്ത്രവാദത്തെ ഒക്കെ കൂട്ടുപിടിച്ച് നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും വെച്ച് കെട്ടിയിരിക്കുന്ന ചില നുകങ്ങളെ ഇന്നു രാത്രിയിലെ ഈ ആരാധന കൂട്ടത്തിന്റെ നടുവിൽ ഞാൻ ചുമ്മാ അതൊരു ഇളക്കം ഉണ്ടാക്കാൻ പറയുന്നതല്ല. മിനിഞ്ഞാന്ന് രാവിലത്തെ യോഗം കഴിഞ്ഞ് ഞങ്ങളുടെ കർത്തൃദാസൻ സാമാത്യു അദ്ദേഹത്തെ ഒരാൾ വിളിച്ചു പറഞ്ഞു, എൻ്റെ പാസ്റ്റർ എനിക്ക് വെളുപ്പിനെ ഭയങ്കര മരണഭീതിയായിരുന്നു, ഞാൻ മരിക്കുമോ എന്നുള്ള തോന്നൽ. ഞങ്ങളുടെ ഒരു തടി അപ്പുറത്തെ പറമ്പിൽ വീണു. അത് നിമിത്തം 15 വർഷം കോടതി കേസായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഒത്തുതീർപ്പാക്കി പൈസ കൊടുത്തു. അപ്പം മുതൽ വല്ലാത്തൊരു മരണഭീതി എൻ്റെ അകത്ത് കയറി. ഞാൻ എങ്ങനെ നിന്നാലും മരിക്കുമെന്നുള്ള തോന്നൽ, ഗ്യാസ് തൊട്ടാൽ ഗ്യാസ് പൊട്ടുമെന്ന തോന്നൽ, എന്തോ വല്ലാത്ത മരണഭീതി. അങ്ങനെ നിൽക്കുമ്പോഴാ കർത്തൃദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാത്മശക്തി എൻ്റെ മേൽ വ്യാപരിച്ചു. ആ സമയം എൻ്റെ മേൽ മരണഭീതി മാറി. എപ്പോൾ എൻ്റെ മേൽ മരണഭീതി മാറിയോ ആ സമയത്ത് ഞങ്ങൾ കോടതിയിൽ ഒത്തുതീർപ്പ് നടത്തിയ ഞങ്ങളുമായി വ്യവഹാരം ഉണ്ടായിരുന്ന വീടില്ലേ, ആ വീട്ടിലെ അമ്മാമ്മ അന്നേരം കുഴഞ്ഞു വീണ് മരിച്ചു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം അവര് മരിച്ച കാര്യമല്ല, നിന്നെ ഇല്ലാതാക്കാനായി, നിന്റെ വഴിയാത്ര നിന്നെ നശിപ്പിക്കാനായിട്ട് ഒരുക്കപ്പെട്ട ചില പൈശാചിക പദ്ധതികൾ ഈ രാത്രി ദൈവദാസന്മാരെ, ഇതൊരു സുവിശേഷ യോഗമാണേലും ശക്തമായി ദൈവാത്മാവനോട് പറയുന്നു, ഉപയോഗിക്കപ്പെടുന്ന ചില ദൈവദാസന്മാരെ ഇല്ലാതാക്കാൻ അണിയറയിൽ ഉണ്ടാക്കിയ ചില അജണ്ടകൾ ഈ രാത്രി ആത്മാവ് അതിനെ ശ്വാസിക്കാൻ പോവുകയാണ്.
പാപഭാരം ചുമക്കുന്ന, രോഗഭാരം ചുമക്കുന്ന, മതനിയമങ്ങളുടെ ഭാരം ചുമക്കുന്ന മനുഷ്യനെ യേശു വിളിക്കുക. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കവ, ഞാൻ നിങ്ങളെ ഈ രാത്രി ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാ, എൻ്റെ മുഖമേറ്റെടുക്കും. എന്താ എൻ്റെ മുഖത്തിൻ്റെ പ്രത്യേകത? എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘു. അടുത്ത 10 മിനിറ്റ് അത് പറഞ്ഞാൽ ഞാൻ നിർത്തുന്ന, ശ്രദ്ധിച്ചോണം. എൻ്റെ മുഖം മൃദു, എൻ്റെ ചുമട് ലഘു. അത് മലയാളത്തിൽ നല്ല കട്ടിയാണ്. എൻ്റെ കയ്യിൽ ഈ കണിയാമ്പറമ്പിലെ അച്ഛൻ്റെ ബൈബിൾ ഇരിപ്പുണ്ട്. കണിയാമ്പറമ്പിലെ അച്ഛൻ്റെ ബൈബിൾ എൻ്റെ കയ്യിലെന്നല്ല, ഒരുമാതിരിപ്പെട്ട ദൈവമക്കൾ യാക്കോബായി എന്ന് വിശ്വാസത്തിൽ വന്ന എല്ലാവരുടെയും വീട്ടിലുള്ള ബൈബിളാണ് കണിയാമ്പറമ്പിലെ അച്ഛൻ്റെ ബൈബിൾ. അതിനകത്ത് ഈ മത്തായി 30 വാക്യം 11:30 വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: എൻ്റെ മുഖം സുഖകരവും എൻ്റെ ചുമട് ഭാരം കുറഞ്ഞതുമാകുന്നു. എന്തുവാ? എൻ്റെ മുഖം സുഖകരവും എൻ്റെ ചുമട്. ഈ കാലത്തെ മനുഷ്യനെല്ലാം ഇഷ്ടപ്പെടുന്നത് എന്തുവാ? ലൈറ്റ് വെയിറ്റ് അല്ലേ? ലൈറ്റ് വെയിറ്റ് ചപ്പല്, ലൈറ്റ് വെയിറ്റ് ഐപാഡ്, ലൈറ്റ് വെയിറ്റ് മൊബൈല്, ലൈറ്റ് വെയിറ്റ് ഡ്രസ്സ്, ലൈറ്റ് വെയിറ്റ് ഫുഡ്. അച്ഛനോട് ചോദിച്ചാൽ വൈകിട്ട് എന്താ കഴിച്ചതെന്ന്, അച്ഛൻ പറയും ലൈറ്റായിട്ട് 5 പൊറോട്ട. 5 ആണേലും മുന്നിൽ തന്നെ വരും, ലൈറ്റ് വരും. കർത്താവും പറയാ, എൻ്റെ മുഖത്തിന് എന്തോ ഇല്ല, ഭാരമില്ല. ഏതാ ഈ ഭാരമില്ലാത്ത മുഖം? ഒന്ന് വായിച്ചേ, 1 യോഹന്നാൻ 5:3. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അല്ലേ? 5:1 മുതൽ യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുന്നു. അടുത്തത്, നാം ദൈവത്തെ അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നതിനാൽ അറിയാം, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അപ്പം ഭാരമില്ലാത്ത മുഖം എന്തോ അത്? ഈസി യോക്ക്. എന്താ അത്? അവൻ്റെ കൽപ്പനകൾ, ഹിസ് ഓൺ കമാൻഡ്മെന്റ്സ്. എന്തൊക്കെ അവൻ്റെ കൽപ്പനകൾ? ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക. മറ്റൊന്ന്, മനുഷ്യനെ സ്നേഹിക്കുക. അപ്പോൾ ആരാധനകളൊക്കെ എന്തിൽ നിന്നാകണം? പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൽ നിന്നാകണം. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഏതിലാകണം? ഈ ചിലയിടത്തൊക്കെ ആളുകൾ ആരാധിക്കണമെങ്കിൽ പേടി വന്നാലേ ആരാധിക്കത്തുള്ളൂ. പേടി വരുമ്പം ചൊല്ലുന്ന ഒരു സങ്കീർത്തനം ഉണ്ടല്ലോ, ഏതാ? 91 അല്ലേ? 90 ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ? 90 അടുക്ക കിടക്കുന്നതുകൊണ്ട് 91 ആകെ മൊത്തം ഒരു പേടിയാണ്. ഞാൻ പറയുന്നത്, ഈ യോത്തിനൊക്കെ ചെന്നിരിക്കുകയാണെങ്കിലും ചുമ്മാ കോട്ടുവായിട്ട് കൈയും കാലും നീട്ടിയിരിക്കുന്ന പറയുന്നത് എടുക്കയിരിക്കരുത്. നല്ല ജീവനുള്ള ദൈവമക്കളുടെ എടുക്കലേ. 91 പേടിയുടെ സങ്കീർത്തനാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അത് സ്നേഹത്തിൽ നിന്നുള്ള ഒരു ആരാധനയാണ്. മോശ എഴുതി അന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരർത്ഥത്തിൽ ഞാൻ അതിനെ ദാവീദുമായിട്ടൊന്ന് ബന്ധിപ്പിച്ച് നോക്കി, ചുമ്മാ അതൊന്ന് നോക്കിയതാ, സ്തോത്രം. പക്ഷേ അങ്ങനെ നോക്കിയപ്പോൾ വേറൊരു ഭാഗത്ത് ഞാൻ കണ്ടു, യഹൂദ ധർമ്മശാസ്ത്രം പഠിപ്പിക്കുന്ന ആളുകൾ ദാവീദുമായിട്ട് ഇതിനെ ബന്ധിപ്പിച്ചതിനെക്കുറിച്ച് വായിക്കുകയും ചെയ്തു. അങ്ങനെ ബന്ധിപ്പിക്കാൻ ഒരു കാരണമേ ഉള്ളൂ. യഹൂദൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ടായ അവരാ കുഞ്ഞിനെ 4-ാമത്തെയോ 5-ാമത്തെയോ വയസ്സിൽ ന്യായപ്രമാണം പഠിപ്പിക്കാൻ ആരംഭിക്കും. 13-ാമത്തെ വയസ്സിൽ എന്താണെങ്കിലും പഠനം പൂർത്തീകരിക്കപ്പെടും. അവനൊരു പദവി കിട്ടും, ന്യായപ്രമാണത്തിൻ്റെ പുത്രൻ, അല്ലേ? ആ പദവി യേശുവിനും കിട്ടിയിരുന്നു. എത്ര നിയമമാണ് ന്യായപ്രമാണം? 10 കൽപ്പന ഉൾപ്പെടെ 613 നിയമം. 3 പിരിവുകളാണ്: ധാർമ്മിക നിയമം, സാമൂഹിക നിയമം, ആരാധനാ നിയമം. പഠിച്ചു കഴിഞ്ഞാൽ പാസ്സായാൽ നമ്മുടെ ഇവിടെ ഈ ഗ്രാജുവേഷൻ സെറിമണിയൊക്കെ നടത്തത്തില്ലേ എന്ന് പറഞ്ഞ പോലെ വലിയൊരു ഫംഗ്ഷൻ നടക്കും. ഈ ഫംഗ്ഷന് അപ്പനും മോനും പിന്നെ പഠിപ്പിച്ചവരും എല്ലാം കാണും. അപ്പൻ്റെ അവകാശം ആദ്യം കുഞ്ഞിന് ദൈവം എൽഷദായി എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഈ അപ്പനാ പിന്നെ പഠനത്തിൻ്റെ മേൽനോട്ടം മുഴുവൻ. പഠിച്ചു കഴിഞ്ഞാൽ പഠിപ്പിച്ച ശാസ്ത്രിമാരെ എല്ലാം കൂടെ കൂട്ടി വലിയ ഫുഡ്.
ഇതിൻ്റെ ഇടയ്ക്ക് ആളുകൾ അവനോട് ചോദ്യം ചോദിക്കും. ചോദ്യങ്ങൾക്ക് അവൻ തെളിമയോട് ഉത്തരം പറയും. ഉത്തരത്തിനനുസരിച്ച് അവരവന് സമ്മാനം കൊടുക്കും. ഒടുവിൽ ഭയങ്കര മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചേച്ച് അവർ പിരിയും. അങ്ങനെ ദാവീദ് എന്ന് പറഞ്ഞ അപ്പന് മോനുണ്ടായി. മോൻ്റെ പേരെന്താണെന്നറിയോ? ശലോമോൻ. ശലോമോനെ ആദ്യം ആര് ന്യായപ്രമാണം പഠിപ്പിച്ചു? അപ്പൻ. പിന്നെ ശാസ്ത്രിമാർ. പഠനം പൂർത്തീകരിക്കപ്പെട്ടു. ശാസ്ത്രിമാർ വന്നു, രാജസദസ്സ് കൂടി, വലിയ ഫംഗ്ഷൻ. അപ്പനും മോനും കൂടെ സ്റ്റേജിൽ കയറി. എല്ലാവരും നോക്കി നിൽക്കുമ്പം അപ്പൻ ജനം കേൾക്ക, മോൻ കേക്ക്, എല്ലാവരും കേൾക്ക, ഉറക്കെ പറയാച്ചാ. എന്താ വെച്ചാ പറയുന്നത്? 91-ന്റെ 1-ാമത്തെ വാക്യം എന്താ? എടമോനെ ശലോമോനെ, അത്യുന്നതനായ ഒരു ദൈവം ഉണ്ടറാ. ഇന്നലെ എൻ്റെ ജീവിതത്തിന് നേരെ അനവധി വെയിലുകൾ ആഞ്ഞടിച്ചപ്പം അവിടെല്ലാം എനിക്ക് തണല് നൽകിയ അത്യുന്നതനായ ദൈവം. ഇതപ്പം പറഞ്ഞു കേട്ടപ്പം മോൻ 2-ാം വാക്യം പറയാ, എൻ്റെ അപ്പം പറഞ്ഞ ഈ ദൈവത്തെക്കുറിച്ച് ഞാൻ പറയും. എന്തോ പറയും? അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാണെന്ന് ഞാൻ പറയും. ഇത് കേട്ടപ്പോഴത്തേനും 3 മുതൽ 8 വരെ അപ്പം പറയാം, നീ പറഞ്ഞില്ലടാ ദൈവം നിന്റെ സങ്കേതമാണ്, നീ പറഞ്ഞോട് ഞാൻ നിന്നോട് പറയാം, അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ ഒന്ന് ചേർന്ന് പറഞ്ഞോ, തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. വിശ്വസ്തത പലകയും പരിചയായിരിക്കും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെ, ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയെ, നശിപ്പിക്കുന്ന സംഹാരത്തെ ഒന്നും നിനക്ക് പേടിക്കാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും, അവയൊന്നും. അപ്പം 3 മുതൽ 8 വരെ ആര് പറയാ? ദാവീദ്. ഇത് കേട്ടപ്പോൾ 9-ാം വാക്യം ആര് പറയാ? ശലോമോൻ. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ നിവാസം ആക്കിരി. ഇത് കേട്ടപ്പോഴത്തേന് 10 മുതൽ 13 വരെ ആര് പറയാ? ദാവീദ്. എടാ നീ പറഞ്ഞില്ലടാ ദൈവം നിന്റെ സങ്കേതമാണ്, അതുകൊണ്ട് ഞാൻ നിന്നോട് പറയാ, ഒരനർത്ഥവും നിനക്ക് വരത്തില്ലെന്നല്ലച്ചാ, വന്നാലും പറ, ഭവിക്കത്തില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിക്കും. മാത്രമല്ല കേട്ടോ, ഈ ദിവസങ്ങളിൽ സ്നേഹിച്ചു ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലെ, നിനക്കൊരധികാരം ദൈവം തരാൻ പോവാ. അത് പറയാനാ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. എന്താച്ചാ, സിംഹത്തിന്റെ മേ ചവിട്ടും. വേല സ്ഥലത്ത് ശുശ്രൂഷ മേഖലയിൽ ഗർജിച്ചുകൊണ്ട് നിൽക്കുന്ന ചില അധികാരങ്ങളെ കാലെടുത്ത് ചവിട്ടാനുള്ള ഒരു അഭിഷേകം. കല്ലുമല സഭകളോട്, നേതൃത്വത്തിൽ നിൽക്കുന്ന കർത്തൃദാസന്മാരോട് ഞാൻ ആത്മാവിൽ രാത്രി ദൂത് പറയുകയാ. അധികാരം പത്തി വിടർത്തി നിൽക്കുന്ന ചില അധികാരങ്ങൾ എത്ര താഴ്ത്താൻ നോക്കിയാലും താഴത്തില്ലെന്ന് പറഞ്ഞ് കുത്തി പൊങ്ങി നിൽക്കുന്ന ചില അധികാരങ്ങളെ ചവിട്ടാൻ ഒരാത്മാവിന്റെ അഭിഷേകം. സിംഹത്തിൻ്റെ മേ ചവിട്ടും, അണലിയെ മെതിക്കും, ബാലസിംഹത്തെയും ഇതൂടെ പറഞ്ഞേക്കാച്ച, പെരുമ്പാൻ വരെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? റാന്നിക്കാരനായ ഉദ്ദേശിയായതുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പെരുമ്പാൻ വരെ മുറുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ സാമ്പത്തികത്തെ, ആരോഗ്യത്തെ, ശുശ്രൂഷയെ വരിഞ്ഞു മുറുക്കാൻ നിൽക്കുന്ന ചില അധികാരത്തിൻ്റെ പിടി ഇന്ന് രാത്രി അഴിയാൻ പോവാ. ഒരു സ്വാതന്ത്ര്യം ദൈവം കൽപ്പിക്കാൻ പോവാ. എത്ര പേരത് വിശ്വാസത്താൽ ഏറ്റെടുക്കും? സിംഹത്തിന്റെ മേ ചവിട്ടും, അണലിയെ മെതിക്കും, ബാലസിംഹത്തെ പെരുമ്പാമ്പിനെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചോ പ്രിയപ്പെട്ടവരെ. ചില അധികാരങ്ങളെ കീഴടക്കാൻ ആത്മാവി സ്തുതിച്ചു, അധികാരത്തോടെ സ്തുതിച്ചു. ദൈവകൃപ വ്യാപരിക്കട്ടെ. അല്പസമയങ്ങൾ, ഒരു 2 മിനിറ്റ് ആത്മധരവി ദൈവത്തെ സ്തുതിച്ചു. ഇരിക്കുന്ന ഇടത്തിരുന്നാണ്ടി ദൈവത്തെ ആരാധിച്ചേ. ഒരു വാക്ക് പ്രാർത്ഥിച്ചേ ഞാൻ നിർത്തത്തുള്ളൂ. ചില കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബന്ധിച്ചിരിക്കുന്ന ചില ദൈവദാസന്മാര് എത്ര ശ്രമിച്ചിട്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ, അച്ഛാ ഇപ്പൊ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവാത്മാവ് ചോദിക്കാൻ പറയുന്നു, കൈസറിന് മുമ്പിൽ നിൽക്കുമെന്നും നിന്റെ കൂടെയുള്ള ഒന്നിനു പോലും കേടുവരത്തില്ലെന്നും ഒക്കെ ദൈവ ആലോചന പറഞ്ഞതല്ലേ? പിന്നെ എന്നാത്തിനാ മെലിത്തായി വെച്ച് അണലി കടിച്ചത്? ദൈവം പറഞ്ഞ കൈസറിന്റെ മുമ്പിൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ നിൽക്കത്തില്ലേ? ആ അണലി അല്ല, പേപ്പട്ടി കടിച്ചാലും നിൽക്കും അല്ലേ? പിന്നെ എന്നാത്തിന് അണലി കടിച്ചത്? ഒറ്റ
ഒറ്റ കാര്യമുള്ളൂ, ശ്രദ്ധ മാറ്റാൻ. ഈ അണല് കടിച്ചാ പിന്നെ നീ ഇതും കൊണ്ട് സായിപ്പിന്റെ ആശുപത്രി പൊക്കോളുമല്ലോ. അങ്ങനെ ആ വഴി കൂടെ പോയി ഡയാലിസിസും പരിപാടിയും ഒക്കെ ആയി ശ്രദ്ധ മാറ്റി അങ്ങനെ കൈസറുടെ മുമ്പിൽ വെളിപ്പെടേണ്ട ശുശ്രൂഷ ഇല്ലാതാക്കാൻ ഇരുട്ടിന്റെ അധികാരം അതിന്റെ പദ്ധതി ഒരുക്കുമ്പോ ആത്മാവിലൊന്ന് ശാസിച്ച് സിംഹത്തെ നീ ചവിട്ടും, ആണലിയെ നീ മെതിക്കും. ബാലസിംഹത്തെ പെരുമ്പാവിനെ നീ മെതിക്കും. ഞാൻ എൻ്റെ വാക്ക് പരിമിതപ്പെടുത്തുക. 1-ാം വാക്യം ദാവീദ് പറഞ്ഞു, 2-ാം വാക്യം ശലോമോൻ പറഞ്ഞു, 3 മുതൽ 8 വരെ ദാവീദ് പറഞ്ഞു, 9-ാം വാക്യം ശലോമോൻ പറഞ്ഞു, 10 മുതൽ 13 വരെ ദാവീദ് പറഞ്ഞു, 14, 15, 16. മക്കളെ, ആരാ പറഞ്ഞത്? എന്താ വാക്യം? അവൻ എന്നോട് പറ്റിയിരിക്കുക, അവൻ എൻ്റെ നാമത്തെ അറിയാ. ആരാ പറഞ്ഞേ? തുടങ്ങിയത് കുഞ്ഞുവഞ്ചാനാ, ഇടയ്ക്ക് സമർപ്പിച്ചത് ജോർജ് ജോസഫ് പാസ്റ്ററാ, ഇടയ്ക്ക് വന്ന് പ്രസംഗിച്ചത് പാസ്റ്ററും ഞാനും ഒക്കെയാ. പക്ഷേ സ്നേഹിച്ച് ദൈവത്തെ ആരാധിക്കുന്ന, കർത്താവിനെ സ്നേഹിച്ച് സൂക്ഷിക്കുന്ന പ്രിയ കർത്തൃദാസന്മാരോടും ദൈവമക്കളോടും ഞാൻ പറയുക, നിന്റെ ആരാധനയ്ക്ക് ആമേൻ പറയുന്നത് മനുഷ്യനല്ല. എടാ, ദൈവം ഒരുത്തനെ ഉയർത്താൻ തുടങ്ങിയ ആർക്കെങ്കിലും താഴ്ത്താൻ പറ്റുമോ? താഴ്ത്താൻ ഒരിക്കൽ ചില പദ്ധതികൾ താഴാൻ പോവാ. ഷാബാര. യെസ്, ഒരു വാക്കുകൂടെ ഞാൻ പറയാം. എന്തോ ഇങ്ങനെ കയറി വന്നുണ്ടെങ്കിൽ പറയാ, ശ്രദ്ധിച്ചോണേ. ഈ മോർദേക്കായോടൊരു അസുഖം ഏനക്കേടുമൊക്കെ കുറേ നാളായി തുടങ്ങിയിട്ട്, ഒറ്റ കാര്യമുള്ളൂ, ആരാധിക്കുന്നില്ലെന്നും പറഞ്ഞ്, പുള്ളിയെ ബഹുമാനിക്കുന്നില്ലെന്നും പറഞ്ഞ്. അതിനു വേണ്ടി എടാ ആ പടം 5 അടി പൊക്കമുള്ളവനെ തൂക്കാനായിട്ട് ഏറ്റവും പൊക്കമുള്ള സ്വത്രം. എന്താ ഇങ്ങേറെ ഉദ്ദേശം? ഒറ്റ ഉദ്ദേശമാണ്, നാട്ടുകാർ മുഴുവനും കാണണം. നീ പരസ്യകോലമാകുന്നത് പറ, സമ്മതിക്കുമോ? എടാ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ പരസ്യകോലാകാൻ ദൈവം സമ്മതിക്കുമോ? വിശ്വാസത്തോടെ പറ, ഇല്ലെന്ന് പറ, ഇല്ലെന്ന് പറ. ഷാബാര. പ്രസ്ഥാനത്തെ ഒതുക്കാൻ ഒരു പോരുണ്ട്. ഞാൻ ഈ രാത്രി ആത്മാവി ദൂത് പറയുകയോ, പ്രസ്ഥാനത്തെ ഒതുക്കാൻ ഒരു പോരുണ്ട്. പക്ഷെ പരസ്യകോലമാകാൻ ദൈവ ആരാധന നയിക്കുന്ന ടീം മുന്നോട്ട് വന്നാട്ട് നിങ്ങൾ ഒരുമിച്ച് പാടാൻ പോവാ. ഷക്കാര വേഗം വന്നാട്ട്. ഷൈഡാരാധ അന്ധകാരത്തിൻ്റെ പോരിനെ ഈ രാത്രി നമ്മളൊന്ന് ശാസിക്കാൻ പോവാ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ജുഡാ നഗൽ കനാദര ജുഡാരാധനാദര. എല്ലാവരും പ്രാർത്ഥിച്ച്, ഒറ്റയാള് പോലും മൗനമായി നിൽക്കരുത്. ഈ രാത്രി ശുശ്രൂഷയുള്ള ദൈവദാസ, ദൈവം വിളിച്ച ദൈവദാസ, നിങ്ങളെ പരസ്യകോലമാക്കാൻ ഇനി ഒരു സ്റ്റെപ്പ് നിന്നെ ഉപയോഗിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് പോരാടുന്ന ചില പോരുകളെ ഈ രാത്രി ആത്മാവിൽ ഒന്ന് ശാസിച്ചേ. ദൈവകൃപ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ദൈവസഭയുടെ ഉന്നതിക്കെതിരെ, ശുശ്രൂഷകൾക്കെതിരെ വെല്ലുവിളി ഉയർത്തുന്ന സകല പൈശാചിക വെല്ലുവിളികളെ മേലും ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ ഈ രാത്രി ജയം കൽപ്പിക്കുക.